വയസ്സിൽ കൈക്കരുത്തിന്റെ ചാമ്പ്യനായ പോൾ ദാസ് കിഴക്കേപ്പള്ളിക്ക് വിസാറ്റ് കോളേജിന്റെ ആദരവ്. തൃശൂരിൽ കഴിഞ്ഞ മെയ് 24 നടന്ന കേരള സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 70 കിലോ വിഭാഗത്തിൽ ചാമ്പ്യൻ പട്ടം നേടിയ വിസാറ്റ് കോളേജ് ബോയ്സ് ഹോസ്റ്റൽ വാർഡൻ പോൾ ദാസ് കിഴക്കേപ്പള്ളിയെ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദരിച്ചു. കോളേജിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ച് ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു പൊന്നാട അണിയിച്ച് ആദരിക്കുകയായിരുന്നു. തുടർച്ചയായി 16 തവണ ഈ കിരീടം കരസ്ഥമാക്കിയെന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അദ്ദേഹം ഈ കോളേജിന്റെ ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പഞ്ചഗുസ്തി താരമാണ് ആണുങ്ങളെ ഇവിടെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ കോളേജ് ജീവിതം എന്ന് പറയുന്നത് എന്തിനും മടിക്കാത്ത ഒരു കാലഘട്ടമാണ്. എന്തിനേയും നേരിടാനുള്ള തന്റെ ഇടം അവർക്ക് അവിടെ സ്വാഭാവികമായി കൈവരുന്ന ഒരു കാലഘട്ടമാണ് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം. അവിടെ ഒരു ഭയം അവർക്ക് എല്ലാത്തിനും നിയന്ത്രിക്കാൻ തക്ക ഒരു ഭയം അവരിൽ ഉണ്ടായില്ലെങ്കിൽ പല കാര്യങ്ങളിലേക്ക് അവർ വഴുതി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെയൊക്കെ വളരെ നല്ല മനസ്സോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നമ്മുടെ ഈ താരം ഇന്നിവിടെ ഈ സ്വീകരിക്കുമ്പോൾ ഈ താരത്തിന് എല്ലാവിധ ആശംസകളും എലഞ്ഞി ഗ്രാമപഞ്ചായത്ത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു, ഇതൊരു നല്ല കാര്യമാണ്. എന്തായാലും വിസാറ്റ് കോളേജ് ഇനിയും ഞങ്ങളുമായിട്ട് പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ാം തീയതി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വൃക്ഷത്തൈ നടീൽ പദ്ധതിയുടെ ഭാഗമായി അവിടെയും സേവന പ്രവർത്തനവുമായി വിസാറ്റ് കോളേജ് ഉണ്ടാവും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പഞ്ചായത്തുമായുള്ള സഹകരണം ഒരു വലിയ ശൃംഖലയായി നീണ്ടുകൊണ്ടിരിക്കും. വിസാറ്റ് ഗ്രൂപ്പ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് സൈമൺ അധ്യക്ഷത വഹിച്ചു. ഞങ്ങള് കുറച്ച് നാളായിട്ട് പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഒരു ലൈഫില് അദ്ദേഹത്തിന്റെ ഫാദർ പറഞ്ഞ അനുസരിച്ചുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് ശ്രമിച്ചിരുന്നു. സ്കൂൾ കാലഘട്ടം മുതലും അത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള മത്സരങ്ങളിലും ഗെയിംസിലും ഒക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിലും അദ്ദേഹം വളരെ ആക്റ്റീവാണ്. മിസ്റ്റർ കേരള ആയിരുന്നു, മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. അതിനുശേഷം ഈ ആം റെസ്ലിംഗിൽ ലെഫ്റ്റും റൈറ്റും ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആം റെസ്ലിംഗിന്റെ അകത്ത് 16 തവണ 70 കിലോഗ്രാമിന്റെ ഇതിൽ അദ്ദേഹത്തിന് മെഡൽ കിട്ടി, അല്ലെ ഗോൾഡ് മെഡൽ കിട്ടി. കൂടാതെ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അദ്ദേഹത്തിന്റെ ഒരു വലിപ്പം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും നടക്കാമെങ്കിലും നമ്മൾ ആരും അറിയാതെ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഒരു ഇതൊന്നും കൊടുക്കാതെ എളിമയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു PRO ഷാജി അഗസ്റ്റിൻ ആറ്റുപുറം, ഓപ്പറേഷൻസ് മാനേജർ ഫാദർ മോഹൻ ജോസഫ്, വിസാറ്റ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലാലി ആന്റണി, അധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 62-ാം വയസ്സിലും മികച്ച ശാരീരിക ക്ഷമതയും ആത്മവിശ്വാസവും പുലർത്തി സംസ്ഥാന ചാമ്പ്യൻ പട്ടം നേടിയത് യുവജനങ്ങൾക്കും ആരോഗ്യ സംരക്ഷണത്തിൽ താൽപര്യമുള്ളവർക്കും വലിയ പ്രചോദനമാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ബോയ്സ് ഹോസ്റ്റലിലെ വാർഡനാണ് അദ്ദേഹം എന്നറിയുന്നതിൽ അതിലേറെ കുട്ടികൾക്ക് നല്ലൊരു അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലനമാണ് ഇദ്ദേഹത്തിന്റെ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അത് കുട്ടികൾ കണ്ടു പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് അച്ചടക്കമായുള്ള ഒരു ജീവിതം ഉണ്ടാവുന്നതിന്റെ ആവശ്യകത അത് ഹെൽത്താണ്. മറ്റ് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വെൽത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വിസാറ്റ് കോളേജിനെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. നമ്മുടെ ഹോസ്റ്റൽ വാർഡനായി സ്തുത്യർഹമായ സേവനം നിർവഹിക്കുന്ന ശ്രീ പോൾ ദാസ് പഞ്ചഗുസ്തി മേഖലയിൽ അതികായനാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്നതാണ്. 16ാമത് തവണയും കിരീടം നേടാൻ കഴിയുക എന്നുള്ളതൊരു നിസ്സാര കാര്യമല്ല. മാത്രമല്ല, ചൈനയിൽ നടന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിലും ആദ്യത്തെ 10 പേരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതും ഏറെ അത്ഭുതകരമാണ്.
2018 ചൈനയിൽ നടന്ന അന്താരാഷ്ട്ര മത്സരത്തിൽ ലോക റാങ്കിങ്ങിൽ മികച്ച 10 പഞ്ചഗുസ്തി താരങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പോൾദാസ് സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയ വ്യക്തിയാണ്. ഞാൻ ഈ സ്റ്റേറ്റ് ചാമ്പ്യനാവുന്നു. അതുപോലെ തന്നെ വേൾഡ് തലങ്ങളിലേക്ക് ഒരുപാട് മത്സരങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിലും എന്നെയൊന്നും കാണുമ്പോൾ ഒരു പക്ഷേ റഷ്യക്കാരും അമേരിക്കക്കാരും ഒന്നും വെറും ഒരു ഇന്ത്യക്കാരനാണ്, ദരിദ്രരാണ് എന്നൊക്കെയാണ് അവരുടെ വീക്ഷണത്തിൽ നമ്മളൊക്കെ. അപ്പൊ എൻ്റെ മനസ്സിൽ അതൊരു വാശിയുണ്ട്. കാരണം അത്ര മോശക്കാരല്ല ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ പങ്കെടുക്കുമ്പോഴും. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ദൈവത്തിന്റെ ഒരു ശക്തിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തിപരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം. ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി.